ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹംസക്ക് അല്ലത്? അതെ. ഞാന് സൗദിന്ന് അൽക്കസിം വിളിക്കാണ്. പറഞ്ഞോളി. ഞാൻ വിളിച്ചതേ, നമ്മളെ റൂമില് പിന്നെ ഒരു പ്രായം കൂടിയ ഒരാളുണ്ട്. 60-65 വയസ്സുള്ള ഒരാളുണ്ട്. അപ്പൊ മൂപ്പർക്ക് പിന്നെ ഇക്കാമ ഇല്ലാന്ന് വെച്ചാല് പിന്നെ ഇക്കാമ പുതുക്കേണ്ടിട്ട് കഫീലിന് പൈസ ഇക്കാമയൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങി കഫീൽ പോയതാണ്. ഇപ്പൊ കഫീൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, പിന്നെ ആയിട്ട് പുതുക്കി കൊടുക്കുന്നുമില്ല. അപ്പൊ അവര് പിന്നെ ഇവിടെ ഒരു കടയിലായിരുന്നു ആദ്യം. ഇപ്പൊ പ്രൊഫഷന് ആദ്യം ഏതാണെന്നുള്ള ഓർമ്മയില്ല. അയാള് ഇതിലായിരുന്നു, മസ്രയിലായിരുന്നു. ഇക്കാമ ഡേറ്റ് കഴിഞ്ഞിട്ടൊരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വെക്കാൻ പറ്റെങ്കിൽ അതൊക്കെ വേണം. 10 രൂപ വേണോ നോക്കണം. പുതിക്കാന്ന് വേണ്ടി അടിച്ചിട്ടടിച്ച് പോരാ. പാസ്പോർട്ട് ഒന്നും ഇല്ല കയ്യില്? ഇല്ലല്ല, ഒന്നുമില്ല. പിന്നെ ആളെങ്ങനെ ജയിലിൽ കൂടെ പോകാനുള്ളത് പിന്നെ മാനസികാവസ്ഥയിലുണ്ടല്ലോ? അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അസുഖാണ്, അതാണ് പ്രശ്നം. മൂപ്പര് കിടപ്പ് തന്നെയാണ്, ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ റൂമിലുള്ളവരൊക്കെ കൂടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലൊന്നും കഴിക്കുന്നില്ല. പിന്നെ നാട്ടിലും അതേമാതിരി ഒരു പാവം ഇതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിടാൻ ഇങ്ങനെ ആലോചിച്ച് ഓരോരുത്തരാളെ വിളിച്ചിങ്ങനെ ഇതാക്കിയാലാണ് ഈ നമ്പർ കിട്ടി നിങ്ങളെ. എന്താ വെച്ചാൽ കാശ് അവിടെ റിയാദിൽ കൂടെ പോകുന്നുണ്ട്, ദമ്മാവും കൂടി പോകുന്നുണ്ട്. അവിടെ 6,500 ആവും ടിക്കറ്റിന്റെ പുറമെ. എത്ര? 6,500 റിയാലും ടിക്കറ്റൊക്കെ ആവും അങ്ങനെ പോവാൻ. പിന്നെ പുറത്തും കൊടുത്ത് പോകാനുള്ള ഒരൊറ്റ ചോയ്സ് പൈസ ഇല്ലാതെ കാണുന്നുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ വേറെ ഇതിൽ പോകാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും 6-8 റുപ്യ ഉണ്ടായാലും ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, പാസ്പോർട്ട് ഉണ്ടാക്കിയാണ്ട് പിന്നെ വിടാം. അതെ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരാളും ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇപ്പം വിടാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പോഴാണ് നിങ്ങളെ നമ്പർ നമ്മള് പിന്നെ ഈ സംഘടന പോയിട്ട് കാശ് കൊടുത്താൽ മതി. 8 റുപ്യ ആവും. പിന്നെ കഴിഞ്ഞിട്ട് ടിക്കറ്റിനുള്ള കാശ് 2 റുപ്യ കൊടുത്താൽ പിന്നെ 2 റുപ്യ ടിക്കറ്റും പാസ്പോർട്ട് ഉണ്ടാക്കലൊക്കെ പാടെ 2 റുപ്യ ചെലവ് വരും. പിന്നെ ഇതൊക്കെ പാടെ കേരളവും ടിക്കറ്റും ഒക്കെ പാടെ 8 റുപ്യ ആവും മൊത്തം. അത് നമുക്ക് പിടുത്തം കൊടുക്കാണ്ട് അങ്ങനെ പോവാം. പിടുത്തം കൊടുക്കാതെ എയർപോർട്ടിൽ കൂടെ പോവാം ടിക്കറ്റ് എടുത്തിട്ട്. പിന്നെ എന്നാ ഞങ്ങൾ നോക്കട്ടെ, ചെക്കന്മാരെല്ലാം കൂടിയിട്ട് കുറച്ച് പൈസ ഇടുന്നെങ്കിലൊക്കെ വാങ്ങിയിട്ട്. ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിക്കാം എവിടുന്നെങ്കിലും ഒരാളെ കിട്ടാണ്ടിട്ടേ. അപ്പോഴാണ് ഇങ്ങനെ സംഘടനയുടെ ഇതിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുവാണ് നിങ്ങളെ നമ്പർ കിട്ടിയത്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാലെത്തും. നിങ്ങൾ ഇന്നോ നാളായിട്ടും വരുമെന്ന് പറഞ്ഞിരുന്നു മൂപ്പറേ. പിന്നെ അല്ല, നിങ്ങള് പിന്നെ നാട്ടിലെ കൊറേ പോയിട്ടേ? ഞാൻ പോയിട്ട് പോകാനായിട്ടില്ല, അങ്ങനെ നിൽക്കലുള്ളൂ. നിങ്ങളും പിന്നെ നിങ്ങള് മെഞ്ഞാന്ന് പരിപാടിക്ക് പോയി ഉണ്ടേനാ? എന്നോട് പറഞ്ഞു സാദി പറഞ്ഞു ഇങ്ങനെ പിന്നെ മൂപ്പര് പരിപാടിന്റെ തിരക്കിലിരിക്കുന്നു. അപ്പൊ ഞാൻ മെഞ്ഞാന്ന് വിളിക്കാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു പരിപാടിന്റെ തിരക്കിലിരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്നാ പിന്നെ നാളായിട്ട് വിളിക്കാന്ന് ചോദിച്ചാ. അങ്ങനെ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ എടുത്തില്ല. അപ്പൊ ഇന്ന് വിളിച്ച. പിന്നെ എങ്ങനെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ? ഇങ്ങളെ എന്നിട്ട് മൂപ്പറ് പറഞ്ഞു അതാ ഒരു ചുവന്ന ഷർട്ട് ഇട്ടിരിക്കുന്നില്ല, അതാണ് മൂപ്പറ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിരുന്നത്? ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു നിങ്ങളെ. പിന്നെ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു അടിക്കാനൊക്കെ ലുക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം അവിടെ നിങ്ങളെ പുളിക്കൽ അങ്ങനെ ഒരു ഇത് എന്താണ് സംഭവം? അത് നോക്കണ്ട, അത് വെറുതെ ആളുകൾ ഭയങ്കര സ്ട്രോങ് ഉള്ള ആൾക്കാർ വെറുതെ കാലില്ല എഴുതി കൊടുക്കുന്ന വർത്താനൊന്നും അതൊന്നും വെറുതെ പറഞ്ഞിട്ടില്ല. അത് നോക്കിയിട്ടില്ല, അത് വെറുതെ കാശ് വേണ്ട. നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുള്ളൂ. ജിദ്ദയിലെ നമ്പർ ആയിരിക്കില്ല, അതിലപ്പോ വിളിച്ചാൽ കിട്ടും. 05073725449. ചോദിച്ചാൽ മതി. ജിദ്ദയിൽ വിളിച്ച് സംഘടനയായിട്ട് 05
ആ 7372 7372 549. 549. ആ ഓക്കെ. ഞാൻ എപ്പോഴാണ് നിങ്ങൾ എത്താൻ? ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലേ? ഒരാഴ്ച 30 ഞാൻ ജിദ്ദയിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ പരിപാടിന്റെ റെക്കോർഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അതൊക്കെ ഇതിലുണ്ടാവും. പിന്നെ യൂട്യൂബിൽ അവരിട്ടതല്ലത്. അവരിനിപ്പോ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവോ എന്തെന്നാന്ന് അറിയില്ലല്ലോ. അത് കണ്ടാൽ മതി. കട്ട് ചെയ്താലും കട്ട് ചെയ്യാത്തത് ഓല് പിന്നെ പറയും നമ്മള് പിന്നെ സനത് വേണോന്ന് ചോദിക്കും. അതല്ലാണ്ട് വേറെ ഈ 2 മണിക്കൂറായിട്ട് എന്താ ചോദിച്ചത്? അതൊന്നും കാര്യമില്ല. അതൊന്നും വെറുതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോമഡാക്കാൻ. അത് തെളിയിക്കാൻ കഴിയില്ല, നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതൊക്കെ വെറുതെ വിഷയങ്ങൾ വെറുതെ ആൾക്കാർക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പണികളാണ്. ഒക്കെ അത് നമുക്ക് പറ്റിയ പണിയില്ല. നിങ്ങൾക്കത് ശരിയായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളെ ഇരുത്തൊക്കെ കണ്ടത് നമ്മൾ വിചാരിച്ചു പടച്ചോൻ അടിയാവോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. സംഭവം നിങ്ങൾ തല്ലാൻ തന്നെ പോയതായിരുന്നല്ലേ? അത് വേറെ ആവശ്യത്തിന് പോയത് നടക്കാത്തോണ്ട് പോകാം. എന്നാ ശരി എന്നല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും.